സിറോവർ തുടരുകയാണ്. തമിഴ്നാട്ടിൽ എം.കെ. സ്റ്റാലിൻ കഴിഞ്ഞാൽ DMKയുടെ താരപ്രചാരകൻ മകനും മന്ത്രിയും സിനിമാ താരവുമൊക്കെയായ ഉദയനിധി സ്റ്റാലിനാണ്. വൻ ജനാവലിയാണ് ഉദയനിധി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികൾക്ക് എത്തുന്നത്. നട്ടുച്ചവയിൽ വകവെക്കാതെ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേരാണ് ഉദയനിധി സ്റ്റാലിന്റെ പരിപാടിക്ക് എത്തുന്നത്. വന്നവരെ മുഴുവൻ ആവേശഭരിതരാക്കാൻ ഉദയനിധിക്ക് കഴിയുന്നു. ആയിരക്കണക്കാണ് തായ്മാർകൾ, അക്കാക്കൾക്കും പാട്ടികൾക്കും അമ്മാക്കൾക്കും തങ്കൈകൾക്കും അതേപോലെ മുത്തമിഴ് ഡോക്ടർ കലൈஞരുടെ ഉയരിനും മേലാണ് അൻപ് ഉടൻപിറപ്പ്. സംവാദ ശൈലിയിൽ അഭിസംബോധന ചെയ്ത് വോട്ടെണ്ണം ഉറപ്പിക്കുന്നു. 19 தேதி வாக்குச்சாவடிக்கு போறீங்க. எத்தனாவது இடம்? எந்த சின்னம் கேட்கல? எல்லாம் கையை காட்டி வசதி சொல்லுங்க. சின்னத்துல வாக்களிச்சு 19ஆம் தேதி 3வது இடத்துல இருக்கும் பேரு. ஜூன் 4ஆம் தேதி வாக்கு எண்ணிக்கை முதல் இடத்துக்கு வரணும். குறைந்தது 3 லட்சம் வாக்கு வித்தியாசத்துல திரு பிரகாஷ் அவர்களை ஜெயிக்க வைக்கணும். മോദിയും കേന്ദ്ര സർക്കാരും തമിഴ്നാടിനോട് ചെയ്ത ദ്രോഹങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രസംഗം. ഒരു 10 வருஷம் ஒரு மனுஷன் இந்தியாவை ஆண்டிருக்காரு. சரியா? யாரு பேர் தெரியுமா? மோடி. தமிழ்நாட்டுக்கு ஒரு புள்ளையாவது எடுத்து போட்டாரா? ஏதாவது கொடுத்திருக்காரா? தமிழ்நாட்டுக்கு வந்து எட்டி பார்த்தாரா? 10 வருஷத்துல வந்தாரா? இப்ப மட்டும் அடிக்கடி வராரு. ஏன் வராரு? ഇതിനിടയിൽ അണികൾ വിളിച്ചു പറയുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനും ശ്രദ്ധിക്കുന്നുണ്ട്. எந்த பஸ்ஸுமா கம்ப்ளைண்ட் பண்ணுங்க, உடனே ஆக்ஷன் எடுக்க சொல்றோம். அது அப்படி யாரும் சொல்லக்கூடாது. உங்களுடைய உரிமை தொகை கண்டிப்பா ஆக்ஷன் எடுக்க சொல்றேன். நிச்சயம் இன்னும் 2 எலெக்ஷன் முடிஞ்ச உடனே 2-3 நாட்கள்ல ஆக்ஷன் எடுக்க சொல்றேன். DMKയുടെ ചിഹ്നവർ തമിഴകത്തിന്റെ ചിഹ്നവരാവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി ഉദയനിധി സ്റ്റാലിൻ പരമാവധി പ്രചരണ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. ഈറോഡിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1.